അൽ ജവാബ് ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK Fabrics, Convent Road, കൊല്ലം. MK Fabrics, MK Road, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, കൊല്ലം. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ജയ്ഹിന്ദ് ചാനലിലെ അൽ ജവാബ് കാണാൻ വേണ്ടി പരിശുദ്ധ റമദാനിൽ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് MK ഫാബ്രിക്സ് അണിയിച്ചൊരുക്കുന്ന അൽ ജവാബ് എന്ന മനോഹരമായ പ്രോഗ്രാമിൻ്റെ ഖുർആൻ പഠന ചർച്ച മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ മുസമ്മിൽ അവസാനിച്ചിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ചില നിമിഷങ്ങളിലൂടെ ആ സൂറത്ത് യാത്ര ചെയ്യാൻ നമ്മൾ അതിനോടൊപ്പം കരഞ്ഞും ചിരിച്ചുമൊക്കെ പോയി. അള്ളാഹുവിൻ്റെ വലിയ പ്രഖ്യാപനം, അള്ളാഹുവിൻ്റെ തീരുമാനം, ആകാശഭൂമി വിറയ്ക്കുന്നത്, പർവ്വതങ്ങൾ പഞ്ഞിക്കെട്ടുപോലെയാകുന്നത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വിശദീകരിച്ചു. കുഞ്ഞുമക്കൾ നരബാധിച്ചു പോകുന്ന ലോകത്ത് നീ നിഷേധിയായാൽ നിനക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ച് നിർത്തിയ ഭാഗത്തിൽ നിന്ന് അള്ളാഹു വീണ്ടും ആരംഭിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സമാഉ മുഫത്തിറും ബി കാന വഅദുഹു മഫ്ഊലാ. അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം, അള്ളാഹുവിൻ്റെ വാഗ്ദാനം നടക്കുമ്പോൾ ആകാശം പോലും പൊട്ടിപ്പിളർന്നു പോകുന്നു എന്ന് ഖുർആൻ. അള്ളാഹുവിൻ്റെ ആ പ്രഖ്യാപനം, അള്ളാഹുവിൻ്റെ വാഗ്ദാനം, ഖിയാമത്ത് നാൾ, ലോകം അവസാനിക്കണ സമയം ആകാശം പോലും പൊട്ടിപ്പിളർന്നു പോകുന്നു. റബ്ബേ, അത്ഭുതമാണ്. ഇന്നാദിഹി തദ്കിറ. എന്നിട്ട് അള്ളാഹ് പറയുന്നു, ഇതൊരു ഉത്ബോധനമാണ്. ഇന്നാദിഹി തദ്കിറ, ഇതൊരു ഉത്ബോധനമാണ്. ഫമൻ ശാഅത്തഖദ ഇലാ റബ്ബിഹി സബീല. ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ അള്ളാഹുവിലേക്ക്. ഇത്രയും പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇന്ന ആദിഹി തദ്കിറ, ഇതൊരു ഉത്ബോധനമാണ്. ഫമൻ ശാഅത്തഖദ ഇലാ റബ്ബിഹി സബീല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് സ്വീകരിക്കാം. ആഗ്രഹമുള്ളവർക്ക്, ഉദ്ദേശിക്കുന്നവർക്ക് സ്വീകരിക്കാമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ. ഫമൻ ശാഅത്തഖദ ഇലാ റബ്ബിഹി സബീല. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ ധിക്കരിച്ചുകൊണ്ട് ഫിർഔനിനെ പോലെ, ഹാമാനിനെ പോലെ, നമ്രൂദിനെ പോലെ നടന്നുകൊള്ളുക. പക്ഷേ അഖദ്നാഹു അഖദൻ വബീല. മൂസാ നബി പറഞ്ഞതിനെ ധിക്കരിച്ച് നടന്ന ഫിർഔനിനെ ഞാൻ ശക്തമായി പിടിച്ചതുപോലെ ഒരു പിടുത്തം നിങ്ങളുടെ പിന്നിലുമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ചോദ്യം തന്നെയാണ് പ്രിയപ്പെട്ടവർ. അള്ളാഹുവിൻ്റെ ഖുർആൻ ഇത് വ്യക്തമായി പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിത് ചിന്തിച്ച് അതിൻ്റെ ഗൗരവം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പരലോക ഭയത്തിൽ നിന്ന്, പരലോകത്തിൻ്റെ ഭയാനകരമായ നിമിഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഉള്ളുനൊന്ത് ദുആ ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി, ഹലോ, എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. Signature Groom and Bride, opposite Shangas Hospital, കൊല്ലം. അമ്മേ, നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ ആ
അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹിയുടെയും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. തടവലും ഒഴിയലും പോലുള്ള ആയുർവേദ ചികിത്സ റമദാനിൽ നടത്തുന്നത് കൊണ്ട് റമദാനിനെ നിസ്സാരമാക്കലല്ലേ, നിന്ദിക്കലല്ലേ ഉണ്ടാകൂ? കാരണം ചികിത്സയുടെ സമയത്ത് നഗ്നതയിൽ അല്പം തുണി മാത്രമല്ലേ കാണൂ? അതാണ് പറയാൻ കാരണം. ഡോക്ടർ റുഖിയ ഉമറാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലൊക്കെ പോലെയുള്ള ഹോസ്പിറ്റലുകളിൽ അവിടെ കഴിയുന്ന ഡോക്ടർമാരും അവിടെ ചികിത്സിക്കുന്ന ചികിത്സക്കാരും ഒക്കെ അവരുടെ മനസ്സിൽ വരുന്ന ഒരു ആശങ്കയാണ്. അവർ നോമ്പുകാരാണെങ്കിൽ, ഇപ്പോൾ ഈമാൻ ഇല്ലാത്തവർക്ക് എന്തും ആവാം, നോമ്പുകാരനും ഈമാനുള്ള ആളും അള്ളാഹുവിനെ പേടിക്കുന്ന ആളും ഒക്കെ ആകുമ്പോൾ അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി, ചികിത്സയുടെ ഭാഗമായി നഗ്നത കാണുന്നതിൽ തെറ്റില്ല. പക്ഷേ അവിടെ ഒറ്റ കാര്യമാണ് എപ്പോഴും പറയാനുള്ളത്. നമ്മുടെ മനസ്സിൽ ആ നോട്ടം കൊണ്ട്, ആ സ്പർശനം കൊണ്ട്, ആ ചികിത്സ കൊണ്ട് ഒരു ഹറാമായ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന ഒരൊറ്റ നിബന്ധന മുമ്പിൽ വെച്ചിട്ട് നമുക്കത് ചെയ്യാവുന്ന. കാരണം നിങ്ങളുടെ ചികിത്സയുടെ ഭാഗമാണ്. നമുക്ക് ശരീരത്തിൽ അങ്ങനെ ആയുർവേദ ചികിത്സാ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടുന്ന ഒരുപാട് കേടുപാടുകൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും. ശരിക്ക് എണ്ണയും കുഴമ്പും മരുന്നും ഒക്കെ ഉപയോഗിച്ച് തടവേണ്ടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ചെയ്യൽ അനുവദനീയമാണ്. റമദാനിനോട് അനാദരവൊന്നുമല്ല, നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പക്ഷെ ചെയ്യുമ്പോൾ മനസ്സിന് ഈ വിഷയത്തിൽ നോമ്പാണ്, ആ വിഷയത്തെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നേരത്തെ ഞാൻ ആ മനഃശാസ്ത്രജ്ഞനോട് പറഞ്ഞതുപോലെ തന്നെ റമദാനിൽ അല്ലെങ്കിൽ പോലും ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ പതിവായി നമസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ, ഫർള് നിസ്കാരത്തിൻ്റെ മുൻപും പിൻപുമുള്ള റവാത്തിബ് നിസ്കാരം, അവ്വാബീൻ, തഹജ്ജുദ്, റമദാനിൽ ഇതിൻ്റെ കൂടെ തറാവീഹ് മാത്രം കൂട്ടിയാൽ പോരെ? വേറെ ഏതെങ്കിലും നിസ്കാരം ചേർക്കേണ്ടതായിട്ടുണ്ടോ? ഒരു സഹോദരൻ കോഴിക്കോട് നിന്നുമാണ് ചോദിച്ചത്. പരിശുദ്ധ റമദാനിൽ പ്രത്യേകമായി സുന്നത്താക്കിയ നിസ്കാരമാണ് തറാവീഹ്. ഇപ്പോൾ ഇദ്ദേഹം ഇതിൽ പറഞ്ഞതിൽ, ഈ ചോദ്യകർത്താവ് പറഞ്ഞതിൽ അദ്ദേഹം ഏകദേശമുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ അൽഹംദുലില്ലാ നിസ്കരിക്കുന്നുണ്ട്. അതിൽ ലുഹാ നിസ്കാരം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അവ്വാബി നിസ്കാരമൊക്കെ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ബാക്കിയുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലുഹ വളരെ പ്രധാനമായും കാണേണ്ടതാണ്. ആ ലുഹാ നിസ്കാരത്തെ കൂടെ ജീവിതത്തിൽ ഒരു കൂട്ടുകാരനെ പോലെ കൊണ്ടു നടക്കേണ്ടതുമാണ്. റമദാനാകുമ്പോൾ സ്പെഷ്യലായി, റമദാനിൻ്റെ സ്പെഷ്യൽ എന്നുള്ള രീതിയിൽ തറാവീഹ് മാത്രമാണ് ഉള്ളത്. പിന്നെ തസ്ബീഹ് നിസ്കാരം, അത് റമദാൻ മാസത്തിൻ്റെ സുന്നത്തൊന്നുമല്ല, ജീവിതത്തിൽ തസ്ബീഹ് നിസ്കാരം നിനക്ക് സുന്നത്താണ്, എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കണം. റമദാനിൽ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സമയമാണല്ലോ. ഒരു ചെറിയ തസ്ബീഹിന് പോലും വലിയ കൂലി കിട്ടുമ്പോൾ, ഒരു ചെറിയ സുജൂദിന് പോലും വലിയ പ്രതിഫലം കിട്ടുമ്പോൾ റമദാനിൽ ആ തസ്ബീഹ് നിസ്കാരത്തെ കൂടി നിങ്ങളുടെ ഈ സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂടെ ഒന്ന് ചേർക്കുന്നത് വളരെ നല്ലതാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഉമ്മയുണ്ട്. അവർ നോമ്പ്, ഇബാദത്ത് എല്ലാം ഉണ്ട്. പക്ഷേ ഫസാദും ഈബത്തും അല്പം കൂടുതലാണ് അവർക്ക്. നോമ്പും പിടിച്ചുകൊണ്ട് വെറുതെ ഇരുന്ന് സംസാരിക്കും, വെറുതെ നാക്കിട്ടടിക്കും. എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല ഉസ്താദേ. ഇവരുടെ നോമ്പിൻ്റെ സ്ഥിതി എന്താണ് എന്ന് ഒന്ന് വിശദീകരിക്കുമോ? ചോദിച്ചിരിക്കുന്നത്
ഹാജി അൻവറാണ് കൊല്ലത്ത് നിന്ന്. ഈ ചോദ്യം കേൾക്കുമ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്ത്രീയെക്കുറിച്ച് പറയപ്പെട്ടു. അവർ രാത്രി നമസ്കരിക്കുന്നവരാണ്, പകല് നോമ്പെടുക്കുന്നവരാണ്, ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്. പക്ഷേ അവർ നാവിനെ സൂക്ഷിക്കാതെ എപ്പോഴും ഫസാദും അയ്ബത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്ത്രീയാണ്. അവരുടെ അമലിനെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ആ അമല് കൊണ്ട് യാതൊരുവിധ ഉപകാരവും അവർക്ക് നാളെ പരലോകത്ത് കിട്ടില്ല എന്നാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇതുപോലെ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ചോദിച്ചത്, അവർ ഒരുപാട് അമലുകളൊന്നും അവർക്കില്ല, നിർബന്ധ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അവർ നാവ് കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞത്, അവർ ഈ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ ലോകത്ത് വലിയ രീതിയിൽ രക്ഷപ്പെടുമെന്നാണ്. തീർച്ചയായിട്ടും ഈ ഉമ്മ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സഹോദരി ചെയ്യുന്ന എല്ലാ അമലും പൊളിച്ചു കളയാൻ അവരുടെ നാവിൻ്റെ ഈ ഒരു പ്രവർത്തനം മാത്രം മതി. നമ്മുടെ എല്ലാ നന്മകളും തിന്നുന്ന ഒരു വിഷസർപ്പമാണ് നാവ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ തറാവീഹ്, നമ്മുടെ നോമ്പ്, നമ്മുടെ സൽക്കർമ്മം, നമ്മുടെ സ്വതക്ക എല്ലാം നാവെന്ന് പറയുന്ന വിഷപ്പാമ്പ് തിന്നു തീർക്കും. ഒരാളുടെ ഫസാദ് പറഞ്ഞാൽ, ഒരാളുടെ കുറ്റം പറഞ്ഞാൽ, ഒരാളുടെ കുറവ് പറഞ്ഞാൽ, ഒരാളെക്കുറിച്ച് മോശത്തരം പറഞ്ഞാൽ മതി ആ നന്മകളെല്ലാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഈ നോമ്പുകാലത്ത് നാവിനെ സൂക്ഷിക്കാതെ, മാനസിക ശുദ്ധി കൈവരിക്കാതെ, വർത്തമാനത്തിൽ വൃത്തിയില്ലാതെ നടന്നാൽ ലാ ഹാജത്തല, അവൻ്റെ നോമ്പ് കൊണ്ട് യാതൊരുവിധ ആവശ്യവും പടച്ചവനില്ല എന്നാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ അമലും ചെയ്യുമ്പോൾ ഇതുകൂടി ശ്രദ്ധിച്ചാൽ പരലോകത്ത് വലിയ നേട്ടം കിട്ടും. അതുകൊണ്ട് അവരെ അറിയുന്നവർ, ആ ചോദ്യം ചോദിച്ചവർ, അവരുടെ ബന്ധുക്കളൊക്കെ അവരൊന്ന് ഉപദേശിക്കുകയും ഈ പ്രോഗ്രാം കാണിച്ചിട്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത് നന്മയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 2 വർഷം മുമ്പ് മരിക്കേണ്ടയാളായിരുന്നു ഞാൻ. നോമ്പ് പിടിക്കരുത് എന്ന് അന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഞാൻ കഴിഞ്ഞ റമദാനിൽ മുഴുവൻ നോമ്പും പിടിച്ചു. ഈ വർഷം നല്ല അവശതയിലാണ് ഉസ്താദെ. പിടിക്കണമെന്നാണ് ആഗ്രഹം. അത് കാരണം എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും വന്നാൽ റബ്ബിൻ്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമോ? ചോദിച്ചിരിക്കുന്നത് ഒരു സഹോദരൻ കാസർഗോഡ് നിന്നുമാണ്. നോമ്പ് പിടിക്കാൻ കഴിയാത്തവരോട് ഇസ്ലാം നോമ്പ് പിടിക്കണമെന്ന് ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ ഒരു ധാരണ ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റണം. ചില സഹോദരിമാരൊക്കെ ഈ ആർത്തവ രക്തത്തിൻ്റെ സമയത്ത് വല്ലാത്ത സങ്കടമാണ്, എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റില്ലല്ലോ. എന്തിനാണ് സങ്കടപ്പെടുന്നത്? അള്ളാഹു നിങ്ങളുടെ ശരീരത്തിന് തന്നിരിക്കുന്ന ശാരീരികമായ പ്രകൃതിയാണത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നോമ്പ് പിടിക്കാത്തത് അള്ളാഹുവെ നീ എനിക്കിത് തന്നതുകൊണ്ടാണ് എന്ന് മനസ്സിൽ കരുതുമ്പോൾ തന്നെ ആ സമയത്തുള്ള പ്രതിഫലങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കരുത്. അതുപോലെ രോഗിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിപ്പോൾ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ദോഷമാണ്, പിടിക്കാൻ പാടില്ല. കാരണം ഇത്ര മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രായം അങ്ങനെയാണ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗാവസ്ഥ അതാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കണം. രോഗിയോട് നിങ്ങൾ നോമ്പ് പിടിച്ചേ പറ്റൂ എന്ന് ഒരിക്കലും ഇസ്ലാം നിർബന്ധിക്കുന്നില്ല. അത് നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. എന്നിട്ട് ശ്രദ്ധിക്കണം. ഇനി ഒരു പക്ഷേ അവന് മാനസികമായിട്ട് അയാൾ പറയുന്നത്, എനിക്കൊന്നും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ 2 വർഷം മുമ്പ് തന്നെ മരിക്കുമെന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞ ആളാണ്. അപ്പോൾ അദ്ദേഹം നോമ്പ് പിടിച്ച് വളരെ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നു. ഈ വർഷം തീരെ അദ്ദേഹത്തിന് തന്നെ കഴിയുന്നില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നുകയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം പിടിക്കരുത്. അന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിനൊരു ഉറപ്പുണ്ടായിരുന്നു, എനിക്ക് പ്രശ്നമില്ല എന്ന്. അന്ന് അദ്ദേഹം പിടിച്ചു, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് യാതൊരുവിധ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് മാനസികമായി നോമ്പുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. തീർച്ചയായിട്ടും അദ്ദേഹം പിടിക്കാൻ പാടില്ല. അദ്ദേഹം ആ നോമ്പിന് പകരമായി ഒരു മുദ്ദ് ആഹാരം 800 ഗ്രാം വരുന്ന 2 കൈകൊണ്ട് കോരിയെടുത്താൽ എത്രയാണോ വരുന്നത് അത്ര ആഹാരം പാവങ്ങൾക്ക് വാങ്ങിക്കൊടുത്തിട്ട് ആ നോമ്പിന് പകരം അള്ളാഹുവിലേക്ക് ഇൻഷാ അള്ളാഹ് അത് ചെയ്തിട്ട് പടച്ചറബിനോട് ദുആ ചെയ്യുക. റമദാൻ കഴിയുമ്പോൾ ശരീരഭാരം കൂടുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇഫ്താർ മുതൽ പുലരും വരെയുള്ള ഭക്ഷണ രീതികൾ, കഴിക്കുന്ന ഹെവി ഫുഡുകൾ, ഇവകളെക്കുറിച്ച് നല്ലതും വേണ്ടാത്തതുമായവ ഒന്ന് വിശദീകരിച്ച് തരുമോ? ഒരു സഹോദരൻ കോഴിക്കോട് നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. പരിശുദ്ധ റമദാനാകുമ്പോൾ നമ്മുടെ ടേബിളിൻ്റെ പുറത്ത് നിറച്ച് ഉണ്ടാകുന്നത് പൊരിച്ചതും കരിച്ചതും പെപ്സിയും കോളയും നാരങ്ങ വെള്ളവും എന്ന് വേണ്ട, നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാനും കഴിക്കാനും പാടില്ലാത്ത സർവ്വ ആഹാരങ്ങളും നമ്മുടെ മേശപ്പുറത്തുണ്ടാവും. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 10-14 മണിക്കൂർ 13 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ ഒരു തുള്ളി ജലം പോലും അകത്തേക്ക് വിടാതെ ഇരിക്കുന്ന നമ്മൾ
നോമ്പ് തുറക്കുന്ന സമയത്ത് ഇത്രയും എരിവുള്ള, ഇത്രയും എണ്ണ കൊണ്ട് കരിച്ച, ഇത്രയും പെപ്സിയും ഗ്യാസൊക്കെ ഉള്ള വെള്ളവും ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് അത് വലിയ ദോഷം ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കാരക്കയും വെള്ളവും കുടിക്കാം, ഈത്തപ്പഴവും വെള്ളവും കഴിക്കാം, എന്നിട്ട് നമുക്ക് നിസ്കരിക്കാം, എന്നിട്ട് നമുക്ക് ശരിക്ക് വെള്ളം കുടിക്കണം. ശരിക്ക് വെള്ളം, പ്രത്യേകിച്ച് ഇത് ചൂട് സമയമാണ്, ശരിക്ക് വെള്ളം കുടിക്കണം. ശരിക്ക് ഈത്തപ്പഴവും കാരക്കയും ഫ്രൂട്ട്സൊക്കെ, നല്ല ഫ്രൂട്ട്സ് ശരിക്ക് ധാരാളം കഴിക്കണം. അതൊക്കെ നമ്മൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ തന്നെ നിയന്ത്രിക്കണം. റമദാന് മുമ്പ് 45 കിലോ ഉണ്ടായിരുന്ന മനുഷ്യൻ റമദാൻ കഴിയുമ്പോൾ 85 കിലോ ആയി മാറുന്ന അവസ്ഥയിലേക്കല്ല നമ്മൾ നോമ്പിനെ എത്തിക്കേണ്ടത്. പകൽ സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നതിൻ്റെ മുഴുവൻ എഫക്റ്റും രാത്രിയിൽ ദേഷ്യം വന്ന് തീർക്കുന്ന പോലെ തിന്നു തീർക്കേണ്ട മാസമല്ല റമദാൻ. ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ രാത്രി നിസ്കരിക്കാനൊന്നും കഴിയില്ല. നിങ്ങൾക്ക് ഹെവി ഫുഡ് ധാരാളം കഴിക്കേണ്ടത് റമദാനിലല്ല. ഒരിക്കലും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് മത്സരിക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തറാവീഹിൻ്റെ 20 റക്കായത്തിലും ഫാത്തിഹ മാത്രം ഓതിയാൽ മതിയോ? എനിക്ക് അധികം സൂറത്തുകളൊന്നും അറിയില്ല, ഫാത്തിഹ മാത്രം ഓതിയ നമസ്കരിച്ചാലും മതി എന്ന് ഒരിക്ക പറഞ്ഞു. ചോദിച്ചിരിക്കുന്നത് അബ്ദുൽ സമദാണ്, അഞ്ചൽ നിന്നും. തറാവീഹിന് പരിപൂർണമായ പ്രതിഫലം കിട്ടാൻ ഓരോ റക്കഴത്തിൽ, 2 റക്കഴത്തിൻ്റെ ആദ്യത്തെ റക്കഴത്തിൽ വജ്ജഹത്ത് ഓതി, ബിസ്മി ഓതി, ഫാത്തി ഓതി പരിപൂർണമായും ഏതെങ്കിലും ഒരു സൂറത്ത് ഓതാം. അതിപ്പോൾ ചെറുത് വലുത് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുന്ന സൂറത്ത് ഓതാം. വല്ലുഹ മുതൽ അവസാനം വരെ ഓതുന്നവരുണ്ട്. അലന്തറ മുതൽ അവസാനം വരെ ഓതി വീണ്ടും അടുത്ത 10 റക്കഴത്തിൽ അലന്തറ മുതൽ വീണ്ടും റിപ്പീറ്റ് ഓതുന്നവരുണ്ട്. എല്ലാ റക്കയത്തിലും കുൽഹു അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ഖുൽ റബ്ബിൽ ഫലക് ഓതുന്നവരുണ്ട്. കാരണം അവർക്ക് അത് മാത്രമേ ചിലപ്പോൾ അറിയുള്ളായിരിക്കും. അറിയുന്ന സൂറത്ത് നമുക്ക് ഓതാം. ഒരു സൂറത്തും അറിയില്ലെങ്കിൽ റമദാനിൽ നമ്മൾ സൂറത്ത് പഠിക്കണം. ഒരു സൂറത്തും അറിയാതിരിക്കൂല. ഫാത്തിഹ ഓതുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുൽഹു അല്ലാഹു അഹദും ഖുൽ റബ്ബിൻ നാസെങ്കിലും മിനിമം അയാൾ പഠിച്ചിരിക്കും. ഇനി അറിയില്ലെങ്കിൽ അത് പഠിക്കാൻ റമദാനിൽ ധാരാളം സമയമുണ്ട്. ശരിക്കും നമ്മൾ പഠിക്കണം. നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അറിയുന്ന ഈ സൂറത്തുകൾ ഏതെങ്കിലും നമ്മളിങ്ങനെ ഓതണം. വളരെ സ്പീഡിൽ നിസ്കരിക്കാതെ സാവകാശം, ഒരു രീതിയിൽ, അത് നിസ്കാരം ഒരു മോശമാണ്, ഒന്ന് അതപകേടാണ് എന്ന് തോന്നാത്ത രീതിയിൽ വൃത്തിയായിട്ട് നിസ്കരിച്ച് പൂർത്തിയാക്കണം. എന്നാലും അറിയുന്നത് വെച്ച് അയാൾ തറാവീഹ് നിസ്കരിക്കുന്നുണ്ടല്ലോ, വലിയ പ്രതിഫലമാണ് തറാവീഹിന് റമദാനിൽ. അത് ഒഴിവാക്കാതെ കൃത്യമായി അറിയുന്നത് വെച്ചിട്ടെങ്കിലും ചെയ്യുന്നല്ലോ. അള്ളാഹു നല്ല പ്രതിഫലം തരട്ടെ. ഉപ്പ ചെറിയ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, കുറേ രക്തം പോയി. ഹോസ്പിറ്റലിലേക്ക് പോകും വഴി വെള്ളം കൊടുത്തിട്ട് നോമ്പായതിനാൽ കുടിച്ചില്ല. പക്ഷേ നമ്മൾ നിർബന്ധിച്ച് കുടിപ്പിച്ചു. ഇത് തെറ്റായി പോയോ ഉസ്താദെ? ചോദിച്ചിരിക്കുന്നത് സിദ്ദീഖാണ്, ചെറുതുരുത്തിയിൽ നിന്നും. നിർബന്ധിച്ച് കുടിപ്പിക്കണ്ടായിരുന്നു, തെറ്റെന്ന് പറയാനില്ല. കാരണം ആ ഉപ്പയുടെ ആഗ്രഹമായിരിക്കും ചിലപ്പോൾ നോമ്പുകാരനായി മരിക്കണമെന്നത്. പക്ഷേ കൊണ്ടുപോകുന്ന മക്കൾ ചിന്തിക്കുന്നത് ബ്ലഡ് ഒരുപാട് പോയി, അപ്പോൾ ശരീരത്തിന് വെള്ളം ആവശ്യമാണ്, ഉപ്പ ആണെങ്കിൽ നോമ്പ് തുറക്കുന്നില്ല, അപ്പോൾ പിടിച്ചിട്ട് വാക്കിയകത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അവർ സ്നേഹം കൊണ്ട് ചെയ്തതാണ് ഉപ്പ ചിന്തിച്ചത്. പക്ഷേ ആ ഉപ്പ അയാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്താണ്? അത് അറിയാത്തത് കൊണ്ടാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്ന് നമുക്ക് നോമ്പ് മുറിക്കാം. കാരണം നമ്മുടെ ശരീരം വലിയ അപകടത്തിലേക്ക് ചെന്നെത്താൻ പോവാണ്. ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നു നോമ്പുകാരന്, ബ്ലഡ് പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നു, വേറെ മാർഗ്ഗം ഒന്നുമില്ല. അവിടെ നോമ്പ് തുറക്കാം. അവിടെ ഇസ്ലാം ഒരിക്കലും നിങ്ങൾ നോമ്പ് മുറിക്കരുത്, രക്തം പൊയ്ക്കോട്ടെ, നിങ്ങൾ മരിച്ചോട്ടെ, അങ്ങനൊന്നും പറയുന്നില്ല. നോമ്പുകാരനായി മരിക്കാൻ ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് ഇങ്ങനെ ഒരു അത്ഭുതമായ അപകടം നടന്നിട്ട് അവിടെ മനഃപൂർവ്വം വെള്ളം കുടിക്കാതെ മരുന്ന് കഴിക്കാതെയല്ല, അങ്ങനെയല്ല. ഇപ്പോൾ നഫീസ് അൽ മിസ്രി റളിയല്ലാഹുവിൻ്റെ നോമ്പുകാരിയായി മരിക്കാൻ ആഗ്രഹിച്ച ആളാണ്. അവസാനം നോമ്പ് പിടിച്ച് ഇരിക്കുന്ന സമയത്ത് അവരെ പരിശോധിക്കാൻ വന്ന ആളുകൾ പറഞ്ഞു ഭക്ഷണം കഴിച്ചില്ലേ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ മഹദി പറഞ്ഞത് എത്ര കാലം കൊണ്ട് നോമ്പ് പിടിച്ച് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മർത്തബ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ജഅഫർ റളിയല്ലാഹു യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ സുന്നത്ത് നോമ്പുകാരനായിരുന്നു. ശരീരത്ത് വെട്ടേറ്റുകൊണ്ട് മറിഞ്ഞു വീഴുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഓടി ഒരു സഹാബി വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം മുറിഞ്ഞ കൈ കൊണ്ടാണ് പറഞ്ഞത് വേണ്ട, തട്ടി മാറ്റിയിട്ട് എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞത്. അത് നോമ്പായി മരിക്കണമെന്ന് ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന വേറൊരു ലെവലാണ്. ഇതൊരു ആക്സിഡൻറ്റ് പറ്റി അദ്ദേഹത്തിൻ്റെ ശരീരം അപകടത്തിലേക്ക് പോകണം. അപ്പോൾ ആ ഉപ്പാക്ക് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കലാണ് ചെയ്യേണ്ടത്. മക്കൾ ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം ഉപ്പ മരണത്തോടും മരിക്കാൻ പോയ സമയമാണെങ്കിൽ ഉപ്പ നോമ്പുകാരനായി മരിക്കാൻ ആഗ്രഹിച്ചിട്ട് പറഞ്ഞതാണ്. അതല്ലെങ്കിൽ ഉപ്പാക്ക് ഈ സമയത്ത് നോമ്പ് മുറിക്കണം എന്ന് അറിഞ്ഞുകൂടാ. ഹോസ്പിറ്റലിലേക്ക് പോയാൽ ചികിത്സയും മരുന്നൊക്കെ ഉണ്ടല്ലോ, ആക്സിഡൻറ്റ് പറ്റിയതല്ലേ,
അപ്പോൾ മക്കൾ അങ്ങനെ നിർബന്ധിച്ച് കൊടുത്തതാണ്. തെറ്റൊന്നും പറയാനില്ല. അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു തരട്ടെ. വാപ്പയുടെ നന്മ നിങ്ങൾ ആഗ്രഹിച്ചു, വാപ്പ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന നോമ്പിൻ്റെ പ്രതിഫലം കൊതിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. ഹിന്ദു സഹോദരങ്ങൾ നടത്തുന്ന ഒരു ചാരിറ്റിയിൽ നിന്നാണ്, അവർ തരുന്ന ഫുഡിൽ നിന്നാണ് നോമ്പ് തുറക്കുന്നത്. ഇതിൽ വല്ല തെറ്റുമുണ്ടോ? ഒരു സഹോദരൻ നെയ്യാറ്റിൻകരയിൽ നിന്നുമാണ് ചോദിച്ചത്. നോമ്പ് തുറക്കുന്ന ഫുഡ്, അതുപോലെ തന്നെ അത്താഴം കഴിക്കുന്ന ഫുഡൊക്കെ ഒരുപാട് ചാരിറ്റി ആളുകൾ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കാം. പലിശയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ വാങ്ങാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പലിശക്കാരനാണ് നമുക്ക് കൊണ്ടു തരുന്നത്, അത് ഉറപ്പാണ് എങ്കിൽ നമ്മളത് വാങ്ങിയില്ലെങ്കിൽ പ്രശ്നമാകുമെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ കഴിക്കരുത്. ഇനി വാങ്ങുമ്പോൾ തന്നെ നമുക്ക് പറയാം, നമുക്ക് ഈ പലിശയായിട്ട് ബന്ധപ്പെട്ട ആളുടെ ഭക്ഷണം ആയതുകൊണ്ട് വേണ്ട, തീരെ പട്ടിണിയും കഷ്ടപ്പാടുമാണ്, പക്ഷേ ഹറാമാണ്, അതുകൊണ്ട് നമ്മൾ കഴിക്കാത്തതാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം. അതുകൊണ്ട് ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല, അള്ളാൻ്റെ സഹായം ഉണ്ടാവും. അതുമാത്രം നമ്മൾ നോക്കിയാൽ മതി. അല്ലാത്ത വിഷയത്തിൽ ആര് കൊണ്ടുവരുന്ന ഫുഡും ആര് കൊണ്ടുവരുന്ന ചാരിറ്റിയുടെ ആഹാരവും നമുക്ക് വാങ്ങാം, കഴിക്കാം. കാരണം ഇപ്പോൾ ആ ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഏത് വീട്ടിലാണ്, ആർക്കാണ്, എപ്പോഴാണ് ഭക്ഷണത്തിന് ആവശ്യം വരുന്നത്, സഹായത്തിന് ആവശ്യം വരുന്നതെന്ന് പറയാൻ കഴിയാത്ത അത്ര കാരുണ്യത്തിൻ്റെ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ വാത്സല്യം പ്രതീക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് ഓരോ വീടും ഓരോ മതിൽക്കെട്ടുകളും മാറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു എത്രയും പെട്ടെന്ന് അഭിവൃദ്ധി നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹലോ, എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. Signature Groom and Bride, opposite Shangas Hospital, Kollam. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ, ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. മാഷാ അല്ലാ, ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ ചോദ്യങ്ങൾ, പിന്നെ ഒത്തിരി ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. സ്നേഹസാഗരത്തെ സഹായിച്ചുകൊണ്ട് കുറേ ആളുകളൊക്കെ അതിൻ്റെ ഗൂഗിൾ പേ നമ്പറിലേക്കും അക്കൗണ്ട് നമ്പറിലേക്കും കാശുകൾ അയച്ചവരുണ്ട്. ഓരോ പവൻ സ്വർണം സ്നേഹസാഗരത്തിലെ ഉദ്ഘാടനം ചെയ്യുന്ന പുതിയ ബിൽഡിങ്ങിന് വേണ്ടി മാറ്റിവെച്ചവർ, തന്നവർ ഒക്കെയുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരട്ടെ. ഈ റമദാനിൽ ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് തിരുവനന്തപുരമാണ്. അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ അള്ളാഹു പുരോഗതി കൊടുക്കട്ടെ. അബ്ദുൽ ലത്തീഫ് സാഹിബ്, ഒരുപാട് ഹൈറിൻ്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അഭിവൃദ്ധിയും ഐശ്വര്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. 2ാം സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചർ കൊല്ലം.
കൊല്ലം ജില്ലയുടെ ഹൃദയഭാഗത്ത് മനോഹരമായ സ്ഥാപനമാണ് സിഗ്നേച്ചർ. അർഹമുർ റഹീമായ റബ്ബ് അവർക്ക് എല്ലാ ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. നാസറുദ്ദീൻ സാഹിബ്, അവരുടെ കുടുംബം, പടച്ചവൻ്റെ വലിയ കാവൽ ഈ പ്രോഗ്രാമിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മൂന്നാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ്. ബഹുമാനനായ ഡോക്ടർ ഷഫീഖ് സാറ്, അൽഹംദുലില്ലാ, അദ്ദേഹം ഈ ആയുർവേദ ചികിത്സാ രംഗത്ത് മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ദുആ കുറച്ചുകൂടി ജാഗ്രതയോടെ അമലുകളും ഇബാദത്തുകളും ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഞാനും നിങ്ങളും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഇബാദത്തിൽ ശക്തി കൂട്ടണം. അതിനുള്ളൊരു പ്രാർത്ഥനയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവരും എഴുതി, നമുക്കറിയുന്ന പ്രാർത്ഥനയാണ്, നിങ്ങൾ നേരത്തെ പഠിച്ച എഴുതി വെച്ചിരിക്കുന്ന ഡയറിയിലുള്ള പ്രാർത്ഥനയാണ്. പക്ഷേ സന്ദർഭോചിതമായി റമദാനിൽ ഇപ്പോൾ നമ്മളത് ചൊല്ലിയാൽ ഗുണമുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അഫ്രി അലൈനാ സബ്റ വസബ്ബിത് അഖ്ദാമനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഫ്രി അലൈനാ സബ്റ, പടച്ചവനെ ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണേ അല്ലാ. അല്ലാഹുമ്മ അഫ്രി അലൈനാ സബ്റ, ഞങ്ങൾക്ക് ക്ഷമ ചൊരിഞ്ഞു തരണേ അല്ലാ. വസബ്ബിത് അഖ്ദാമന, ഞങ്ങളുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. കാൽപാദങ്ങളെ ഉറപ്പിച്ച് നിർത്തണം. കാരണം എന്താ പ്രശ്നം? റമദാൻ അങ്ങോട്ട് തീരുന്തോറും കാലിങ്ങനെ കുഴഞ്ഞ് ഇബാദത്തിലും ഹിദായത്തിലും നിന്നൊക്കെ തെറ്റി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറപ്പിക്കല്ല, പ്രതിഫലം നഷ്ടപ്പെടുത്താതെ ഈ ദിവസങ്ങളെ ശക്തമായി അള്ളാഹുവിലേക്ക് എത്തിക്കാനുള്ളൊരു തൗഫീഖ് തഅല്ല എന്നുള്ള വലിയ ഇടപെടലാണ്. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് തരട്ടെ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് MK ഫാബ്രിക്സ് ആണ്. ഹൃദയത്തിൽ തൊട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇത്ര വലിയ പുണ്യമുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ഈ സ്ഥാപനത്തെ നിങ്ങളുടെ പർച്ചേസുകൾക്ക്, നിങ്ങളുടെ സംരംഭങ്ങൾക്ക്, നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം. അവിടെ ചെന്നിട്ട് പറയണം, ഞങ്ങൾ അൽജവാബിൻ്റെ ആളുകളാണ്. തീർച്ചയായിട്ടും അവിടെ നിന്നൊരു പരിഗണന നിങ്ങൾക്കുണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ അഭിവൃദ്ധിയും ഐശ്വര്യവും ആ സംരംഭത്തിന് അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. അൽഹംദുലില്ലാ, പ്രിയങ്കരനായ നാസറുദ്ദീൻ സാഹിബ്, ഷറഫുദ്ദീൻ സാഹിബ്, നിസാറുദ്ദീൻ സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ പുരോഗതിയും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ഈ സംരംഭത്തിനോട് കാണിക്കുന്ന സ്നേഹം നിങ്ങളുടെ യാത്രക്കിടയിൽ അവിടെ സന്ദർശിച്ച് നിങ്ങൾ തിരികെ കാണിക്കണമെന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പെരുന്നാളൊക്കെ വരുമ്പോൾ പർച്ചേസിന് സ്ഥലം കണ്ടെത്താൻ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അൽജവാബിൻ്റെ ആളുകളെന്ന് പറയുന്ന പ്രത്യേക പരിഗണന തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട നാസറുദ്ദീൻ സാഹിബാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കണം. AM നൗഷാദ് ബാക്കവി, അൽ ജവാബ്, ദാറുൽ ഇഷ്ക്, തെണ്ണൂർക്കോണം, മുടപുരം PO, ചിറയൻകീഴ്, തിരുവനന്തപുരം. അടുത്ത വെള്ളിയാഴ്ചയിൽ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MK ഫാബ്രിക്സ്, അൽ ജവാബ്, ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. MK ഫാബ്രിക്സ്, MK റോഡ്, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, Kollam. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം.